Good afternoon all. Good afternoon, ma'am. Good afternoon, miss. Okay, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്പില്ലേജ് വേസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് എടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, നോക്കാം. അപ്പോ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എന്താണ് റേഡിയോ ആക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് റേഡിയോ ആക്റ്റീവിൽ വരുന്നത്? ഏതൊക്കെ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടായിരിക്കും റേഡിയോ ആക്റ്റീവ് വരുന്നത്? റേഡിയോളജി ചെയ്യുമ്പോൾ വരാം. പിന്നെ അതൊക്കെയായിരിക്കും വരുന്നത് എക്സ്റേ, സ്കാനിങ് അല്ലെ, അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് പിന്നെ ന്യൂക്ലിയർ ട്രീറ്റ്മെന്റ്സ്, ഇതിനൊക്കെയാണ് റേഡിയോ ആക്ടിവിറ്റി കിരണങ്ങൾ വരുന്നത്. നോക്കാം. Point radioactive spillage can be dangerous to human health and the environment. Steps to be taken for managing radioactive spillage waste. അപ്പോ ഈ റേഡിയോ ആക്റ്റീവിന്റെ സ്പില്ലേജ് എന്ന് പറയുന്നത് ഹ്യൂമനിനും അല്ലെ, നമുക്ക് മനുഷ്യന്റെ ശരീരത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും അത് വളരെ ദോഷകരമാണ്. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റിനെ മാനേജിങ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ഇവാക്യുവേറ്റ് ദ ഏരിയ. എന്താ ഇവാക്യുവേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക, ഒരു പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുക അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്നും ആളുകളെയൊക്കെ മാറ്റുക എന്നുള്ള ഒരു മീനിങ് ആണ്. Evacuate area. If the spill is notable, evacuate the area and call emergency services. അല്ലെ, ആ ഒരു ഏരിയയില് ഇങ്ങനെയുള്ള ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അവിടുന്ന് പ്രദേശം ഒഴിപ്പിക്കുക, അവിടുത്തെ ആളുകളെ ഒഴിപ്പിച്ചിട്ട് എമർജൻസി സർവീസസ് അടിയന്തരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുക. Then second one, wear protective equipment. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ധരിക്കുക. Personnel should use apt personal protective equipment, that is PPE, such as gloves, goggles and respiratory before going to the spill to avoid connection with the radioactive material and prevent contain the spill. അതായത് ഗ്ലൗസ്, ഗൂഗിൾസ്, റെസ്പിറേറ്ററി അങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ സ്വയം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു കണക്ഷൻ വിച്ഛേദിക്കാൻ, അതായത് ഇപ്പൊ റേഡിയോ ആക്റ്റീവ് ഏതിൽ നിന്നാണ് സ്പ്രെഡ് ആയിട്ടുള്ളത് ആ ഒരു കണക്ഷനൊക്കെ മാറ്റി കൊടുക്കുക. Then use absorbent material like sand or absorbent pads. ഇപ്പോ ഈ അബ്സോർബന്റ് ആഗിരണം ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസോട് ഉപയോഗിക്കാൻ, ഇപ്പൊ മണലോ സാൻഡോ അല്ലെങ്കിൽ അത് അബ്സോർബ് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡ്സോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. Then put the material in a labeled radioactive waste bag and discard disposal. അപ്പോ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടെയ്നറിലോട്ട് നമ്മുടെ ഈ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യുക. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Clean up the spill. സ്പില്ല് അവിടെ വൃത്തിയാക്കുകയാണ്. Use suitable spill kits or other to the manufacturer's directives for the proper use of absorbent materials to clean up the spill. എന്താ അതർ വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ്, അതർ ടേം നമ്മള് ഇതിക്ക് മുന്നേ വേറെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതർ മീൻസ് പാലിക്കുക, മീൻസ് ഒബേ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പാലിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് അതർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ഈ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്റ്റീവ് പ്രകാരം, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നെങ്കിലേ നമ്മള് മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ മെഡിസിന്റെ ബോട്ടിൽ അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ സ്റ്റോറേജ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരുന്നുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതില് എങ്ങനെയാണ് അതിന്റെ ഉപയോഗം, ചിലപ്പോ അത് എന്താ പറയാ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുറത്ത് വെക്കരുത്, പിന്നെ ടെമ്പറേച്ചറിൽ അത് സൂക്ഷിക്കണം എന്നൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോ ഓരോ മാനുഫാക്ചേഴ്സും ഇവിടെയും കെമിക്കൽസും മറ്റും ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിലാണ് അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. സോ ആ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്റ്റീവ് പ്രകാരമായിരിക്കണം നമ്മൾ അത് സ്പില്ല് ക്ലീൻ ചെയ്യുവാൻ.
Cautious not to spread the radioactive material during cleanup. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആവാതെയും സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു ലിക്വിഡ് എന്തെങ്കിലും അറിഞ്ഞു അല്ലെ, നമ്മുടെ വീടിനുള്ളിൽ ലിക്വിഡ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളൊരു തുണി എടുത്തിട്ട് പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ മൊത്തം സ്പ്രെഡ് ആവും. അപ്പൊ അത് ക്ലീൻ ആയിട്ട് വേറെ സ്പ്രെഡ് ആക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ അത് ക്ലീൻ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും പറയുന്നത് അത് സ്പ്രെഡ് ആവാതെ നല്ല രീതിയിൽ വേണം, പ്രോപ്പർ ആയിട്ട് വേണം ക്ലീനിങ് ചെയ്യുവാൻ. നെക്സ്റ്റ് പോയിന്റ്, ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. എങ്ങനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യല്. All materials that come into contact with the radioactive material should be discarded as radio waste in labeled bags or containers. ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ ഒപ്പം കിടക്കുന്ന മറ്റു വേസ്റ്റുകളെയും ആ റേഡിയോ ആക്റ്റീവ് എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. കാരണം അതിനൊപ്പം കിടക്കുമ്പോൾ അതിന്റെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളുടെ ഒപ്പം മറ്റു വേസ്റ്റുകളും കൂടി കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ വേസ്റ്റ് ഒരുമിച്ച് തന്നെ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിൽ സ്ഥാപിക്കണം. Follow local, state and federal regulations for the disposal of radioactive waste. അതുപോലെ തന്നെ ഈ ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് നിയമങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. Then report the spill. Spills should be intimated to the concerned staff for documentation and investigation. ഡോക്യുമെന്റേഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അന്വേഷണങ്ങൾക്കും വേണ്ടി നമ്മൾ അതിന്റെ കൺസേൺഡ് സ്റ്റാഫിനെ ഇങ്ങനെയുള്ള ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വിവരം അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് റേഡിയോ ആക്റ്റീവില് വരുന്നത്. ജസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, കുറച്ച് സ്പീഡിൽ തന്നെ പോണേണ്. മീൻസ് അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അതുകൊണ്ടാണ് പോയിന്റ് ആണ്. ഈ സെയിം കുറെ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇനി വരുന്നതൊക്കെ. അപ്പൊ നമ്മൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ. ലബോറട്ടറിയിൽ വരുന്ന വേസ്റ്റുകളാണ് കേട്ടോ. ലബോറട്ടറി ഏരിയ, മൈക്രോബയൽ കൾച്ചേഴ്സ്. എന്താ മൈക്രോബയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോബയൽ കൾച്ചേഴ്സ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മൈക്രോബയൽ കൾച്ചേഴ്സ് ഐഡിയ ഉണ്ടോ എന്തെങ്കിലും? എന്താ മൈക്രോ ഓർഗാനിസം എന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും? മൈക്രോ ഓർഗാനിസം അറിയാം അല്ലെ? അപ്പോ മൈക്രോബയൽ കൾച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ലാബുകളിലും മറ്റും ഇപ്പൊ ബാക്ടീരിയയോ മറ്റു വൈറസുകളെയൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ വളർത്തി അതിന്റെ മീൻസ് എന്തെങ്കിലും റിസർച്ചിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ രോഗാണുക്കളെ കണ്ടുപിടിക്കാനോ മറ്റും നമ്മൾ സൂക്ഷ്മ ജീവികളെ ഈ ലാബിനുള്ളിൽ തന്നെ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കാറുണ്ട്. മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അതിനെയാണ് ഈ മൈക്രോബയൽ കൾച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇങ്ങനെ ലാബിനുള്ളിൽ ചെയ്യുമ്പോഴേ അപകർഷാൽ നമ്മുടെ കയ്യിൽ നിന്നും മറ്റും ഈ ടെസ്റ്റ് ട്യൂബ് താഴെ വീഴുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലുള്ള ഈ വൈറസുകളും മറ്റും പെരുകി എന്താണ് മറ്റു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ? എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ആ ടൈമിൽ എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെയുള്ളൊരു സ്പില്ലേജ് സംഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ മൈക്രോബയൽ എന്താണെന്ന് ക്ലിയർ ആയോ? മൈക്രോബയൽ ക്ലിയർ ആയോ? അതായത് ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മ ജീവികളെ നമ്മൾ വളർത്തുന്നതിനെയാണ്. അതായത് അത് മീൻസ് നമ്മള് ലാബില് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പരീക്ഷണങ്ങൾക്കോ മറ്റുമായിട്ട് വളർത്തുന്നതിനാണ്. ഇൻകേസ് നമ്മുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസോ സ്പ്രെഡിങ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോ ആ ടൈമില് അങ്ങനെയുള്ള സ്പില്ല് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. യൂസ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റുകൾ ഉപയോഗിക്കാം. അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാർക്ക് നോട്ടിഫൈഡ് ഓൾ പേഴ്സൺ ഇൻ ഇമ്മീഡിയറ്റ് ആം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യാം. Then notify all person in immediate and
vacate area. ആ ഒരു ഏരിയയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ആരെങ്കിലും പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെല്ലാം അവിടുന്ന് എന്താണ് ആ പ്രദേശത്ത് തന്നെ ഒഴിപ്പിക്കണമെന്ന്. അവിടെ ആരും പിന്നെ നിൽക്കാൻ പാടില്ല. Cover the spill with absorbent material drenched in the right disinfection. അതായത് എന്താണ് പറയുന്നത്, ഇപ്പോ അണുനാശിനി അതായത് ആ ഒരു ഏരിയയില് അബ്സോർബന്റ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ അണുനാശിനി അപ്പൊ തന്നെ ആ ഒരു ഏരിയയില് ഈ ടെസ്റ്റ് ട്യൂബ് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അണുനാശിനികൾ തളിക്കണം. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു അണുനാശിനി സൊല്യൂഷൻ ആണ് അത്. അതിന്റെ ഒപ്പം തന്നെ ക്ലോറിനും ഒരു ശതമാനം ക്ലോറിനും 80% എഥനോളും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ചേർത്തിട്ട് നമുക്ക് അവിടെ തളിക്കാം. Leave 10 to 30 minutes after pouring disinfect solution and around the spill. ആ സ്പിൽ ആയിട്ടുള്ള ഭാഗത്തിന് ചുറ്റുമായിട്ട് ഒരു 10-30 മിനിറ്റോളം ഈ ഒരു അണുനാശിനി നമ്മൾ തളിക്കണം. Then rub the nearby area using disinfect solution. റബ്ബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ട് തുടയ്ക്കുക. Then clean the spillage and disinfect solution and shift all polluted material to an appropriate waste container. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം വരുന്ന മറ്റ് വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നറിൽ നിക്ഷേപിക്കുക. If the spillage is huge or include extremely infectious microorganism, cabinet may need to decontaminate with formaldehyde gas by qualified staff before further use raised incident form. ഇനിയിപ്പോ ഈ സ്പില്ല് സംഭവിച്ചിരിക്കുന്നത് വളരെ വലുതാണെങ്കിൽ, ഇപ്പൊ ഹ്യൂജ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ സൂക്ഷ്മാണുക്കള് പെട്ടെന്ന് തന്നെ ഭയങ്കര അധികം സൂക്ഷ്മാണുക്കളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തുടർന്നുള്ള ഉപയോഗത്തിന് മുമ്പ് ഈ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഒരു വാതകമാണ്, അത് ഉപയോഗിച്ചിട്ട് വേണം അണുവിമുക്തം ആക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോബയലിൽ വരുന്നത്. നമ്മൾ നോർമലി അണുവിമുക്തമാക്കേണ്ട സംഭവങ്ങളൊക്കെ കളിക്കുക, അതിനുശേഷം അത് റബ്ബ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്യുക. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഒഴിക്കുന്നത്. അതിനൊപ്പം തന്നെ എന്ത് വേണം, ക്ലോറിനും എഥനോളും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. ഇനി ഹ്യൂജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മൈക്രോ ഓർഗാനിസം ഒക്കെ അവിടെ ഇൻഫെക്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു ഒരു അണുനാശിനിയാണത്, അത് കൂടി തളിച്ചിട്ട് വേണം നമ്മൾ വീണ്ടും ഈ ലാബിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഇപ്പൊ മൈക്രോബയൽ കൾച്ചറിൽ പറയുന്നത്. റേഡിയോ ആക്റ്റീവ് നോക്കി, മൈക്രോബയൽ കൾച്ചർ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫാർമസിയിൽ വരുന്ന ഈ ലീക്കേജും അങ്ങനെയുള്ള വേസ്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 2 taken for managing pharmaceutical spillage waste area. എന്തൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഏരിയയിൽ വന്നതെന്ന് നോക്കാം. നമ്മുടെ റേഡിയോ ആക്റ്റീവിൽ വന്നിട്ടുള്ള സെയിം പോയിന്റ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വായിച്ചു പോകുന്നത് കേട്ടോ. പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ തന്നെ പോകണേ ഈ ഒരു ചാപ്റ്റർ. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE ധരിക്കുക. Personnel should use suitable PPE like gloves, goggles, and respirators before going to spill to prevent contact with dangerous substance. നമ്മൾ ഈ ഒരു ഡേഞ്ചറസ് ഫാർമസ്യൂട്ടിക്കൽ അതിനകത്തോട്ട് നിങ്ങളുടെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. സെക്കൻഡ് വൺ, contain the spill. Contain the spill. Use absorbent material such as spill kits to contain the spill and prevent it from spreading. അല്ലെ, അപ്പോ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗിരണം ചെയ്യാനായിട്ട്, അബ്സോർബെന്റ് ചെയ്യാനായിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കുക. സ്പിൽ കിറ്റുകളൊക്കെ ഉപയോഗിക്കണം. സ്പിൽ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് സ്പ്രെഡ് ആവുന്നതിനെ തടയുക. Then put the materials in labeled hazard bag of container of disposal. ഇനി ബാക്കി വരുന്ന മാലിന്യങ്ങളെയും അവശിഷ്ടങ്ങളെയും എന്ത് ചെയ്യണം, ഹസാർഡ്സ് ബാഗ് കണ്ടെയ്നറിലും ഡിസ്പോസൽ ചെയ്യുക. Then clean up the spill. Abide by manufacturer's directive for correct use of absorbent materials to clean up the spill. And the abide means abide.
Abide means adherence means നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു other means? Other ഓർമ്മയുണ്ടോ? ഇപ്പൊ നേരത്തെ കഴിഞ്ഞ അതിൽ പറഞ്ഞതായിപ്പോ other കീപ്പ് ചെയ്യുക, പാലിക്കുക. സെയിം മീനിങ് തന്നെയാണ് അബാർഡിൽ വരുന്നത് കേട്ടോ, പാലിക്കുക. Abide manufactures directives for the correct use of absorbent materials to clean up the spill. അപ്പോ മാനുഫാക്ചേഴ്സിന്റെ അവർ പറയുന്ന ഡയറക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ അബ്സോർബന്റ് മെറ്റീരിയൽ സ്പില്ല് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ആ കറക്റ്റ് യൂസ് എങ്ങനെയാണ് ആ മെറ്റീരിയൽ അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നത് അവരുടെ ആ ഒരു ഇത് പാലിച്ചുകൊണ്ട് ആ ഒരു മീൻസ് അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഓരോ മീൻസ് ഓരോ പ്രൊഡക്റ്റിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. Then dispose of waste. All material that come into contact with the pharmaceutical should be discarded as hazard waste label bags of containers. അല്ലെ, ഇപ്പൊ നമ്മൾ നേരത്തെ റേഡിയോആക്റ്റീവിൽ പറഞ്ഞതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഒപ്പം കിടക്കുന്ന മറ്റ് വേസ്റ്റുകളും ഇതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഹസാർഡ് വേസ്റ്റ് എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള ബാഗിൽ വേണം ഡിസ്പോസൽ ചെയ്യുവാൻ. Then follow local, state, federal regulations. State local regulations ഒക്കെ പാലിക്കുക. Then spill should be intimated the concerned person. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷനും ഡോക്യുമെന്റേഷനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൺസേൺഡ് പേഴ്സൺ എല്ലാം വിവരം അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം. മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്, ലബോറട്ടറി, മൈക്രോബയൽ കൾച്ചർ, ഫാർമസ്യൂട്ടിക്കൽ. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അധികം ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് സ്പീഡിൽ പോണത് കൊണ്ടാണ്, വായിച്ച് മനസ്സിലാക്കാനുള്ളല്ലോ. സേവിംഗ് പോയിന്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇവാക്യുവേറ്റ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക, ആ പ്രദേശത്ത് നിന്നും ഒഴിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. ഇവാക്യുവേറ്റ് ചെയ്യുക, ഒഴിവാക്കുക. അബൈഡ് എന്ന് വെച്ചാൽ പാലിക്കുക, അതേറും പാലിക്കുക. റേഡിയോആക്റ്റീവ് കഴിഞ്ഞിട്ട് മൈക്രോബയൽ കൾച്ചർ വായിച്ചു നോക്കാം.
ഫാർമസ്യൂട്ടിക്കലും വായിച്ചു നോക്കട്ടെ, പിടുത്തം എത്രയും വായിച്ചു നോക്കാം. വായിച്ചു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ഭാഗം നോക്കാം. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. Here are some important aspects of training and education for spillage waste management in hospitals. ഹോസ്പിറ്റൽസിൽ നൽകുന്ന ട്രെയിനിങ്ങുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, മാലിന്യങ്ങളെ തിരിച്ചറിയല്. Proper training should be given to the health workers to identify various types of spillage waste and related risk danger. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഹെൽത്ത് വർക്കേഴ്സിന് നൽകണം. എന്തിനു വേണ്ടി? ടു ഐഡന്റിഫൈ വേരിയസ് ടൈപ്പ് ഓഫ് പല തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ മനസ്സിലാക്കാനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുക. സെക്കൻഡ് വൺ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതായത് കൈകാര്യം ചെയ്യലും അത് ഡിസ്പോസൽ ചെയ്യുന്ന പദ്ധതികളും എന്തൊക്കെയാണെന്ന്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. പല ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് നൽകുക. This consists of use of personal protective equipments. ഇതിന്റെ ഒപ്പം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നത് എങ്ങനെയാണ് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കേണ്ടതെന്നും അതിന്റെ കണ്ടാമിനേറ്റ് ഓഫ് സ്പില്ല് ആൻഡ് പ്രോപ്പർ അത് ശരിയായിട്ടുള്ള രീതിയിൽ മാലിന്യങ്ങളെ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാമെന്നും കൂടിയുള്ള ഒരു ട്രെയിനിങ് നൽകണം. മൂന്നാമത്തത് റെസ്പോൺസ് പ്ലാൻ. Hospital must maintain a response plan in place for spillage incident. ഇങ്ങനെയുള്ള സ്പില്ലേജ് ഇൻസിഡന്റ് ഒക്കെ നടക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിനുള്ള പദ്ധതികൾ, അതിനായിട്ടൊരു പദ്ധതി, ഒരു പ്ലാൻ തയ്യാറാക്കണം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്പ് ഫോർ റെസ്പോൺസ് പ്ലാൻ. അപ്പോ ഇങ്ങനെയുള്ള റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് വർക്കേഴ്സ് റെസ്പോൺസിബിൾ ആയിരിക്കണം. Then that plan പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് who to contact, ആരെയാണ് ഇതിനുള്ള ചോർച്ച സംഭവിക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. How to contain the spill, അല്ലെ? അതായത് ചോർച്ച നമുക്ക് എങ്ങനെയൊക്കെ തടയാം. How to clear and discard, എങ്ങനെയൊക്കെ മാലിന്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം എന്നൊക്കെ ഈ പ്ലാനിൽ ഉണ്ടായിരിക്കണം. Then communication. Communication is necessary for successful spillage waste management. ഈ spillage waste management ചെയ്യാനായിട്ട് communication പറഞ്ഞാൽ ഒരു necessary ആയിട്ടുള്ള കാര്യമാണ്. Proper training should be given to health workers to communicate effectively with each other and with other department.
അപ്പോൾ ഈ ഹെൽത്ത് വർക്കേഴ്സ് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് വേണം. ലൈക്ക് എൻവയോൺമെന്റൽ സർവീസിനോടും അതുപോലെ തന്നെ ടു മേക്ക് ഷുവർ സ്പില്ലേജ് വേസ്റ്റ് ഈസ് പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് ഡിസ്കാർഡ്, നല്ല രീതിക്ക് അത് ഹാൻഡിൽ ചെയ്യുകയും ഫലപ്രദമായിട്ട് ആശയം നടത്താനായിട്ട് ആശയവിനിമയത്തിനായിട്ടുള്ളൊരു ശരിയായിട്ടുള്ളൊരു പരസ്പര ഒരു ട്രെയിനിങ് അവർക്ക് ഹെൽത്ത് വർക്കേഴ്സിന് നൽകണം. Record keeping enough training given to health workers in record keeping procedures for spillage waste. This consists of documentation of the spill, the kind of waste, the handling and disposal procedures used and any follow-up actions taken. അതായത് റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കണം. അതായത് മാലിന്യങ്ങൾ ഒഴുക്കി വിടുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡിലൊക്കെ സൂക്ഷിക്കണം. ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻ ഓഫ് സ്പില്ല്, ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ് അത്, ഏത് രീതിയിലാണ് അതിനെ ഡിസ്പോസൽ ചെയ്തത് തുടങ്ങിയ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ഡോക്യുമെന്റേഷൻസ് റെക്കോർഡിൽ ഉൾപ്പെടുത്തണം. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, നിലവിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി continuous and modernized to reflect the changing procedures, regulations and best practices. അപ്പോ ഇങ്ങനെയുള്ള മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഇപ്പൊ വർഷത്തിൽ ഒരു വട്ടം അങ്ങനെ കൊടുക്കുന്നതല്ല വേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നല്ലൊരു രീതിയിൽ പുതിയ എന്താ പറയാ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകളും മറ്റും ഉപയോഗപ്പെടുത്തിയിട്ട് നിലവില് നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം നൽകേണ്ടത്. ദെൻ ലാസ്റ്റ് അത് സമ്മപ്പ് ചെയ്ത് പറയുന്നതാണ് effective training and education for spillage waste management will minimize the risk and hazards related to spillage waste in the hospital. അല്ലെ, നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഹസാർഡ്സും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. Make sure safety of healthcare workers, patient and environment. അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിന്റെയും പേഷ്യൻസിന്റെയും പിന്നെന്താണ് എൻവയോൺമെന്റിന്റെയും സുരക്ഷ നമുക്ക് ഇതുവഴി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ട്രെയിനിങ് എഡ്യൂക്കേഷൻസ്, ഏതൊക്കെ രീതിയിലാണ് എഡ്യൂക്കേഷൻസ് ട്രെയിനിങ്ങും കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അതൊന്നും അത്രയും ഭാഗം വായിച്ചു നോക്കിക്കോളൂ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ പോയിന്റ്സ് ആണത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഒരു പോയിന്റ് വായിക്കാൻ ജസ്റ്റ് എന്താണ് അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി പോവാ കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അങ്ങനെയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കുറച്ച് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം. Spillage waste management in hospital is based on regulatory framework which aims ensuring compliance with the environmental and public health directive. അതായത് സ്പില്ലേജ് ഹോസ്പിറ്റലിനുള്ളിലെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നത് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിക്കുന്നു. നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മളൊരു സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ തൊണ്ടേ കോളേജിലുള്ള ചാപ്റ്റേഴ്സ് ആണോ നമ്മൾ എടുക്കുന്നത്? ഇങ്ങനെയാണോ? നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, അതിന് മൊഡ്യൂൾസ് തിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ഫോമിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇവിടെയും ഒരു ഫ്രെയിംവർക്കിന്റെ കീഴിലാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നത്. അത് പാരിസ്ഥിതികവും അതായത് എൻവയോൺമെന്റിനും പബ്ലിക്കിന്റെ ഹെൽത്തിനെയൊക്കെ ലക്ഷ്യമിട്ട് അതിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. Here are some important features, aspects of regulatory framework and compliance for spillage waste management. അപ്പൊ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് ആ ഒരു ഫ്രെയിംവർക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിനുള്ളിൽ കുറച്ച് ഫുൾ ഫോമുകൾ വരുന്നുണ്ട്, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് മാത്രം കുറച്ച് പ്രാധാന്യമാണ് ഫുൾ ഫോമുകൾ. വേറെ അങ്ങനെ മറ്റ് ക്വസ്റ്റ്യൻസ് വേറെ രീതിയിലൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻസുകൾ ഫുൾ ഫോമുകൾ കുറച്ച് ഈ ഒരു പോയിന്റിൽ മാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. നമുക്ക് വായിക്കാം. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste that includes spillage waste. അതായത് ഈ ആശുപത്രികള് ഫെഡറൽ സ്റ്റേറ്റിനൊക്കെ വിധേയമായിട്ടാണ് നമ്മൾ ആ റെഗുലേഷൻസിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? അപ്പോ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെന്നത്. അപ്പൊ അതിൽ ഈ സ്പില്ലേജ് വേസ്റ്റ് ഉൾപ്പെടുന്നു. എക്സാമ്പിൾസ് കൺസിസ്റ്റ് ഓഫ് റിസോഴ്സ്. ഇനി ഓരോന്നും അതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓരോ ആക്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. വായിക്കുന്നതിനോടൊപ്പം അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് RCRA. Then Occupational Safety and Health Administration OSHA. Then bloodborne pathogen standard. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. Then next one, Environmental Protection Agency, that is EPA. Underline ചെയ്യാം. Environmental Protection Agency. Agency guideline എന്താണെന്ന് നോക്കാം. The EPA provides instruction for management and disposal of dangerous waste. Dangerous waste എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് EPA പ്രൊവൈഡ് ചെയ്യുന്നത്. Hospital must abide by this guideline to keep away from fines and penalties. ഹോസ്പിറ്റല് കൃത്യമായിട്ട് ഇതിനെ അബൈഡ് ചെയ്യണം, പാലിച്ചില്ലെങ്കിൽ അതിന്റെ ഫൈൻസും പെനാൽറ്റീസ് ഒക്കെ ഹോസ്പിറ്റല് നൽകേണ്ടതായിട്ട് വരും. Then state and local permits. Hospital must get permit from state and local authorities to handle and disposal unsafe waste, including spillage waste. അതായത് സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അത് ഡിസ്പോസൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അനുമതി നമ്മൾ വാങ്ങിക്കണം. എന്നതിന് ശേഷം മാത്രമേ അത് ഡിസ്പോസൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. Then training and certification. Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulations. അല്ലെ? അതായത് പരിശീലനവും സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം എന്ന്. അതായത് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നതിലും കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഹെൽത്ത് വർക്കേഴ്സിന്
എന്താണ് അതിന്റെ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ പരിശീലന സർട്ടിഫിക്കേഷനൊക്കെ നേടിയിരിക്കുക. Record keeping. Hospital must keep record of spillage waste management activities. അതായത് റെക്കോർഡ് ഡോക്യുമെന്റേഷൻസ് കൈകാര്യം ചെയ്യാനൊക്കെ നടപടിക്രമങ്ങളും ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ, സ്പില്ലേജ് ഹാൻഡ്ലിംഗ്, ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, ഫോളോ അപ്പ് ആക്ഷൻസ്, ഇതൊക്കെയാണ് ആ റെക്കോർഡിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ പരിശോധനകൾ. ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്നതെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ regulatory agencies oversees inspections of the hospital to ensure compliance with dangerous waste management regulations. ഈ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ ആ ചട്ടങ്ങൾ പാലിക്കുന്നതൊക്കെ തടയുന്നതിന് വേണ്ടി റെഗുലേറ്ററി ഏജൻസികളൊക്കെ ഉണ്ട്. പ്രോപ്പർ ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. Hospitals must be ready for this inspection and have a plan in place to rectify any insufficiency identified during the inspection. അല്ലെ, അതായത് എന്താണ് ഈ പരിശോധനയിൽ മേൽനോട്ടം, ആശുപത്രികൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധന, അല്ലെങ്കിൽ പരിശോധനയിൽ എന്തെങ്കിലുമൊക്കെ അപര്യാപ്തത കണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, പരിഹരിക്കുക. Then penalties for non-compliance. Hospital that fail to abide by dangerous waste management regulation may have to face fines. അല്ലെ, അപ്പോ അത് നല്ല രീതിയിൽ ഈ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രോപ്പർ ആയിട്ട് പാലിച്ചില്ല എങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അവർ ഫൈൻസും പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ലീഗൽ ആക്ഷൻസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും എടുക്കേണ്ടതായിട്ട് വരുന്നു. Then last one, it concludes നോക്കാം. Compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. അപ്പോൾ ഈ പരിസ്ഥിതിയും അതുപോലെ തന്നെ നമ്മളുടെ അല്ലെ പബ്ലിക്കിന്റെ പൊതുജന ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഫ്രെയിംവർക്ക് പാലിക്കുന്നത് നിർണായകരമാണെന്ന്. ഈ തരത്തിലുള്ള ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അത് പാലിക്കുവാനായിട്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ഈ മാർഗനിർദ്ദേശങ്ങളും പാലിക്കണം നമ്മൾ അല്ലെ. അപ്പൊ ആവശ്യമായിട്ടുള്ള പെർമിറ്റുകളൊക്കെ അതിനെ പരിശോധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതിന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ വേണം, ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് വേണം. പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻ എപ്പോഴും പരിശോധനകളൊക്കെ എപ്പോഴും തയ്യാറായിരിക്കണം. അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്പെക്ഷൻ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളൊന്നും വരികയില്ല. അപ്പൊ കൃത്യമായിട്ട് തന്നെ അതിനുള്ള എന്താണ് ഇൻസ്പെക്ഷന്റെ കാര്യങ്ങളൊക്കെ കൂടുതലും എപ്പോഴും തയ്യാറാക്കണം, മീൻസ് ഇൻസ്പെക്ഷൻസ് നടത്തണം. വായിച്ചു നോക്കിക്കോളൂ. ഭാഗം ഒന്ന് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഒന്ന് വായിക്കാം.
ഷോർട്ട് ഫോംസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ആയോ? ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് എടുക്കാൻ വേണ്ടിയെന്ന്, എത്രയും ഭാഗം എടുക്കുന്നുള്ളൂ, നോട്ട്ബുക്ക് എടുക്കാം. കാര്യങ്ങൾ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതാണ് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ് ഹെഡിങ് കൊടുത്തോളൂ. സ്പില്ലേജ് വേസ്റ്റ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് എന്താണെന്ന് കുറച്ച് ഒരു കാര്യങ്ങൾ കുറച്ച് എടുത്ത് ബാക്കി ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, എടുത്തോ? പറഞ്ഞു തുടങ്ങട്ടെ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. എന്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനാണ്. ബാക്കി പോയിന്റ് ഒക്കെ അതിനകത്തുണ്ട്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എഴുതിക്കോളൂ. Radioactive waste is a type of hazard waste. Hazardous waste. That contains radioactive material. എഴുതിയോ? ഒന്നുകൂടെ വായിക്കാം. Radioactive waste is a type of hazardous waste that contains radioactive materials. നെക്സ്റ്റ് എഴുതിക്കോളൂ. മൈക്രോബയൽ കൾച്ചർ. എന്താണ് മൈക്രോബയൽ കൾച്ചർ? ചോദിക്കാറൊന്നുമില്ല.
ഓക്കെ, കുഴപ്പമില്ല. നോട്ട്സ് നിങ്ങൾ ഇനിയിപ്പോ എഴുതാനായിട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയവർ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, മൈക്രോബയൽ കൾച്ചർ എന്താണെന്ന് എഴുതിക്കോളൂ. മൈക്രോബയൽ കൾച്ചേഴ്സ് കേട്ടോ. കൾച്ചേഴ്സ് ആണ്. മൈക്രോബയൽ കൾച്ചേഴ്സ് used to microbial cultures are used to determine the type of organism. ഏത് ഓർഗാനിസം ആണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഡിറ്റർമൈൻ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇതിന്റെ മൈക്രോബയൽ കൾച്ചർ ചെയ്യുന്നത്. Microbial cultures are used to determine the type of organism. ഓക്കെ, എഴുതിയോ? ഇത് രണ്ടുമല്ല നമുക്ക് ജസ്റ്റ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Used to determine organism. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്. ദെൻ ബാക്കി നമ്മൾ വായിച്ചത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എക്സാമ്പിൾ കേട്ടോ. അതായത് ഷോർട്ട് ഫോംസിലെ എന്തൊക്കെയായിരുന്നു? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. RCRA. Then OSHA, Occupational Safety and Health Administration. Then EPA, Environmental Protection Agency. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്കിപ്പോ ഓരോ ചാപ്റ്ററിലായിട്ടേ ഒത്തിരി ഷോർട്ട് ഫോംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എക്സാമിന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അത് ദെൻ നമുക്കിനി നെക്സ്റ്റ് അടുത്തൊരു ക്ലാസ്സോട് കൂടി പോർഷൻസ് തീരും കേട്ടോ. അപ്പൊ ഇത്രയും എടുത്തല്ലോ, അതുകൊണ്ടാണ് ഇനി കണ്ടിന്യൂ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തൊരു നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ നമ്മൾ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നോട്ട്സ് ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളെ നിങ്ങളുടെ ഫ്രണ്ട്സിന്. നോട്ട് എഴുതാത്തവരോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പോർഷൻസ് ഫസ്റ്റ് മോഡ്യൂളിൽ പോർഷൻസ് തീരാനില്ലേ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഇനി? നമുക്ക് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തോ? ആരും ഇവിടെ എല്ലാവരും ഉറക്കത്തിലാണോ? ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടേ അതും ഇച്ചിരി ബോറിംഗ് ചാപ്റ്ററും ആയിരുന്നില്ലേ? ആണോ? ബോറിംഗ് ആയിട്ട് തോന്നി ഈ ചാപ്റ്റർ? തോന്നിയോ? കുറച്ചല്ല, കുറച്ചധികമായിരിക്കാം അല്ലേ? ഓക്കെ, എങ്കിലോ എനിക്ക് തോന്നുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ സ്പില്ലേജ് ആണോ കുറച്ച് ബോറിംഗ് കൂടുതലായിട്ട് തോന്നിയത്? സ്പില്ലേജ് ആണ് മാം. എല്ലാം സെയിം ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാത്തിന്റെയും എല്ലാ ടൈപ്പ് സ്പില്ലേജിന്റെയും റേഡിയോആക്റ്റീവിന്റെ സെയിം ആ പ്രോസസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഫാർമസ്യൂട്ടിക്കലിലും വരുന്നത് അല്ലെ? നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഇത് തന്നെയാണോ രണ്ടാമത് വായിച്ചതൊക്കെ തോന്നുന്നു. കുഴപ്പമില്ല, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അവന്റെ ചോദിക്കാറില്ല കേട്ടോ. ചോദിക്കാറുള്ളത് നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞൊക്കെ തരാം. അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡപ്പിൽ തന്നെ അങ്ങോട്ട് പോകുന്നത്. കാരണം നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. ഇനിയിപ്പോ ആംബുലൻസ് ചാപ്റ്റർ തുടങ്ങിയായിരുന്നോ ടീച്ചർ മാംസ്? തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ മോർച്ചറിംഗ് ചാപ്റ്റർ എടുക്കാനുള്ളൂ. അതെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവുമല്ലോ. പിന്നെ
നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വെനസ്ഡേ അല്ലേ വരുന്നത്. വെനസ്ഡേയില് മോർച്ചറി എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സിമ്പിൾ ആണ് ചാപ്റ്റർ കേട്ടോ. ഇച്ചിരി പേടിയുള്ള സംഭവമൊക്കെയാണ് അല്ലെ. നമ്മളുടെ അറിവിൽ നമ്മൾ മോർച്ചറി പോയിട്ടില്ല, കണ്ടിട്ടില്ല അല്ലെ. ആണോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇച്ചിരി പേടിയുള്ള അല്ലേ? കുറച്ച് പേടിയുള്ള ഒരു ഏരിയ. ഓക്കെ, പേടിയുള്ള ഒരു ഏരിയയാണ്. കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് എന്താണ് മോർച്ചറി, അല്ലെങ്കിൽ എന്താണ് നമ്മള് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, അതിന്റെ ആവശ്യകത എന്താണ്, അതുപോലെ എവിടെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് കുറച്ച് മീൻസ് ഒരു ഓവറോൾ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. വേറെ ചാപ്റ്റർ കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ദെൻ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് എക്സാം നടത്തണം അല്ലെ. എക്സാം നടത്തണമെങ്കിൽ നമ്മുടെ പോർഷൻസ് കവർ ചെയ്തിട്ട് വേണം എക്സാം നടത്താനായിട്ട് കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഓണം കഴിഞ്ഞ് വരുമ്പോൾ ഉടൻ തന്നെ എക്സാം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡേറ്റ് ഒന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. വന്നിട്ടേ നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുമായിരിക്കോ? സ്റ്റഡി ലീവ് തരും. കാരണം പോർഷൻസ് നമുക്ക് എടുത്ത് തീർത്താലും നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്യും കേട്ടോ. സ്റ്റഡി ലീവ് കുറച്ച് ദിവസം തരും. നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം, എന്നിട്ട് ശേഷം സ്റ്റഡി ലീവ് തരാൻ പറ്റുള്ളൂ. സോ ഇനിയിപ്പോ ഈ ചാപ്റ്റർ മിസ് പകുതി എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് കണ്ടിന്യൂഷൻ എടുത്തത്. നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടുവാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല, ബോറിംഗ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. മീൻസ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. അങ്ങനെ നമ്മളെ വീണ്ടും ആദ്യം മുതൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈം കിട്ടില്ല നമുക്ക്. നിങ്ങൾക്ക് ആ പോർഷൻസ് തീർത്തിട്ട് വേണം സ്റ്റഡി ലീവ് നമുക്ക് തരാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഈ പുതിയ ചാപ്റ്റർ മോർച്ചറി ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 2 ക്ലാസ് മതിയായിരിക്കും. ചെറിയൊരു ചാപ്റ്റർ ആണ്, അധികമൊന്നും ഇല്ല അതിനകത്ത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ദിവസം നമ്മൾ ഇതുവരെ ഈ വില്ലേജ് ഫെസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇപ്പൊ ശരണ്യ മാമിന്റെ പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന പോർഷൻസ് വലിയ കുഴപ്പമില്ല, റിപ്പീറ്റബിൾ ആയിട്ടുള്ള ടേമും കാര്യങ്ങളൊക്കെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ ഒന്ന് പഠിച്ചു വരിക കേട്ടോ. നോക്കി വെക്കാം കേട്ടോ അത്രയും ഭാഗം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.